സോ ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ സായിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മളെല്ലാവരും ഒന്ന് കൂടിയായിരുന്നു. ബർത്ത്ഡേ കേക്ക് മുറിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ BMW വെഹിക്കിള് ഒരു പച്ചക്കറി കൊണ്ടുപോകുന്നൊരു ലോറി വന്നിടിച്ചു. അത് സംഭവം നടന്ന ഏകദേശം 1 മണിക്കാണ്, അതായത് 1 മണി 1:30 ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. സോ ഈ സമയത്ത് വണ്ടിയിലുണ്ടായിരുന്നത് നമ്മുടെ സായി ഉണ്ടായിരുന്നില്ല. കാരണം സായി എൻ്റെ കാറിലായിരുന്നു. ഞാനും സായിയും നമ്മുടെ അൻസിഫും സിജോയും കൂടാണ് ബാക്കിൽ പോയിരുന്നത്. ഫ്രണ്ടിൽ ഇവരുടെ വണ്ടി ഓടിച്ചിരുന്നത് അഭിലാഷാണ്. അഭിലാഷും ജിത്തുവും ആൻഡ് നമ്മുടെ നന്ദന, സ്നേഹ ആൻഡ് നിഷാനയാണ് ആ വാഹനത്തിൽ BMW വാഹനത്തിൽ ഉണ്ടായിരുന്നത്. സോ നല്ല ബ്ലോക്കുള്ള സമയമായിരുന്നു. നല്ല സമയം നമ്മുടെ പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴിയാണ്. ആ ഒരു വഴിയിൽ നല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ അന്യായ ബ്ലോക്ക്. ആ ബ്ലോക്ക് സമയത്ത് ഇവർ ലെഫ്റ്റിലോട്ട് ചേർത്ത് മാറ്റി വെച്ചിരിക്കുക, കാരണം ബ്ലോക്കിനിടയ്ക്കാണ്. അപ്പോഴാണ് ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന് ഇവരെ കയ്യിൽ നിന്ന് പോയെന്നാണ് ഇവർ പറഞ്ഞത്. ഇവരുടെ കയ്യിൽ നിന്ന് പോയി, ഇവരുടെ മിസ്റ്റേക്ക് ആണെന്ന് ഇവർ ഏറ്റു പറയുന്നുണ്ട്. കയ്യിൽ നിന്ന് പോയി നേരെ വന്ന് ഇടിച്ച് ബാക്ക് മൊത്തം തകർത്തു. തകർന്ന സമയത്ത് ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ ജിത്തുവും പുറത്തിറങ്ങി നന്ദനയുടെ ബാക്ക് ഇടിച്ചു. നന്ദനയുടെ ബാക്കിൽ നല്ല രീതിയിൽ മുഴയുണ്ടായി. ആൻഡ് നിഷാനയ്ക്ക് ബോഡി ശരിക്കും പെയിനായി. കാരണം ശരിക്കും എന്താ പറയുക, ഒന്ന് ഷെയ്ക്ക് ആയപ്പോഴത്തേക്ക് ഒന്ന് പേടിച്ചു. സോ ഇതാണ് സംഭവം നടന്നത്. സോ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഞങ്ങളൊരു 2 മണി വരെ കാത്തിരുന്നത് കഴിഞ്ഞ് പോലീസ് വന്ന് നേരെ ആദ്യമേ നമ്മുടെ നിഷാനെയും നന്ദനെയും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവർ രണ്ടുപേരും പറഞ്ഞ പരിശോധന നടത്തി. വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഈ നിഷാനയ്ക്ക് ഉണ്ടായിരുന്നത്. കാരണം ബോഡി നല്ല പെയിൻ ആയിരുന്നു. പക്ഷെ നന്ദന ഓക്കെ ആയിരുന്നു. കാരണം തട്ടിയതേ ഉള്ളൂ. പക്ഷെ ചെറിയ മുഴയുണ്ട്, ചെറിയൊരു വീർപ്പ് പോലെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. കുഞ്ഞിത്തല കുഞ്ഞു മനസ്സ് വേദനിച്ചു, അതുപോലെ കുഞ്ഞിത്തല പോയി മുഴയുണ്ട്. ഇപ്പോൾ പട്ടാമ്പിലെ പോലീസുകാർ എന്നെ എത്ര കേസെടുത്തില്ല. അത് കഴിഞ്ഞ് പോലീസ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് പോലീസുകാർ പറയണത് ഇത്രേ ഉള്ളൂ. അതായത് അവർ വന്നു, അവരുടെ ലൈസൻസ് ഒക്കെ കാണിച്ചു. അപ്പോൾ അവരെ നമ്മൾ വിട്ടു. സോ ഇതാണ് പോലീസ് ചെയ്തത്. അപ്പം ഞങ്ങൾ എന്തിനാ സാറേ അവരെ വിട്ടത്? അവരോട് നഷ്ടപരിഹാരം ചോദിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് വേണ്ട കേസുകൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള രീതി നിങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തു, പക്ഷെ നഷ്ടപരിഹാരം ഒന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് ഈ ഒരു സംഭവത്തിന്റെ അവസ്ഥ. പക്ഷെ ആ സമയത്ത് ഓടിക്കൂടിയ നാട്ടുകാർ പോലും എനിക്കൊന്ന് ആ ലോറിക്കാരെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ 1-2 ആളുകൾ മാത്രം നമ്മളോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അഡ്വക്കേറ്റ്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ കൂടുതൽ ഇൻഷുറൻസ് തുക എഴുതി മേടിക്കാം. പക്ഷെ അതിന് സായി തയ്യാറായില്ല. കാരണം അങ്ങനത്തെ പൈസ വേണ്ട എന്നാണ് സായി വ്യക്തമായിട്ട് പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ കാശ് വേണ്ട, നമുക്ക് സർക്കാർ ആശുപത്രി തന്നെ പോയാൽ മതി, നിയമത്തിന്റെ രീതിയിൽ തന്നെ പോട്ടെ എന്നാണ് സായി പറഞ്ഞത്. സോ ഇവർ നേരെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത്. അങ്ങനെ ഒരു 2-2:30 കൂടിയാണ് ഞങ്ങൾ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. അടുത്തടുത്താണ് ഈ രണ്ടും. അങ്ങനെ ഇറങ്ങി. സോ ഇപ്പോ ഇതാണ് BMWയുടെ അവസ്ഥ. ഈ അവസ്ഥയിലാണ് ആദ്യമേ ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ വെള്ളം അകത്ത് കയറായിരിക്കാൻ കാരണം ബാക്കിലുള്ള 3 അങ്ങനെ നിക്കണത്, ബാക്കിലുള്ള ആൾക്കാർ ഇരിക്കണത് BMW ആയതുകൊണ്ടാണ്. വേറെ അവർ പറഞ്ഞത് ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, കാരണം 2 ദിവസം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കിടക്കണം. അത് കഴിഞ്ഞ് RTO വന്ന് RTO ചെക്ക് ചെയ്തിട്ടൊക്കെ ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് പോലീസുകാർ സംസാരിക്കുന്നത്. പക്ഷെ സായി പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. സായി വണ്ടി എടുത്ത് തിരിച്ചു പോയി. അപ്പം ആ വണ്ടിയുടെ അവസ്ഥ ഇതാണ്. ഏകദേശം എനിക്കൊന്നൊരു 3 ലക്ഷം രൂപ വിളിച്ചു ചോദിച്ചു. സായി വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞത് ബാക്കിലത്തെ നമ്മളെ ഈ ഡിക്കിയുടെ കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മഡ്ഗാർഡിന്റെ കേസ് ആയിക്കോട്ടെ, ടെയിൽ ലാമ്പിന്റെ കേസ് ആയിക്കോട്ടെ, ഏകദേശം എല്ലാം കൂടി ഒരു 3 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. സോ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാലും മാക്സിമം അതിൻ്റെ ഒരു 50%, അതായത് 1.5 ലക്ഷം രൂപ കിട്ടും. 1.5 ലക്ഷം കയ്യിൽ നിന്ന് പോകുമെന്ന് പറയും. സോ ഈ 1.5 ലക്ഷം രൂപ ആ ഒരു അശ്രദ്ധ, അതായത് ലോറിക്കാരുടെ ഒരു സിമ്പിൾ അശ്രദ്ധയിലുണ്ടായ ഒരു പിഴവാണ്. അത് പോലീസുകാർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ലോറി ഡ്രൈവേഴ്സും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായിട്ടുള്ള കിളിയും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 1.5 ലക്ഷം രൂപ നമുക്കുണ്ടായ നഷ്ടം, ഇതൊരു
ഒരു ഇച്ചിരി എന്താ പറയുക പ്രീമിയം വെഹിക്കിൾ ആയതുകൊണ്ടാണ്. അതൊരു സാധാരണ ഒരു നോർമൽ ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു മാരുതിയുടെ ഏതെങ്കിലും വെഹിക്കിൾ ആണെങ്കിലോ ബാക്കിലിരിക്കുന്ന ആൾ തട്ടിപ്പോയേനെ അല്ലേ. സോ അങ്ങനെ സിറ്റുവേഷനിൽ എന്ത് ചെയ്തേനെ? ബാക്കിലിരിക്കുന്ന ആൾക്കൊരു അപായം സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അന്നും പോലീസുകാർ ഇങ്ങനെ തന്നെ പറയുമായിരുന്നു. അന്നും ഈ ഡ്രൈവർമാരെ ഇവർ പറഞ്ഞു വിടുമായിരുന്നു. പോലീസുകാർ പറഞ്ഞു നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു, കാരണം നിങ്ങൾക്ക് പച്ചക്കറി ഇറക്കണ്ടായില്ല, പോയിക്കോളാൻ പറഞ്ഞു. സോ അവരവരുടെ പാട്ടിനും പോയി, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലും പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ തിരിച്ച് ആലപ്പുഴ എത്തിയത് ഏകദേശം ഒരു 10 മണിക്കാണ്. ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. സോ ഈ സംഭവത്തിന് ആര് ഉത്തരവാദിയാണ്, എന്ത് തരത്തിലുള്ള നീതിയാണ് അവിടെ നടപ്പിലായെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായിയുടെ ഒരു സ്റ്റാൻഡാണ്. കാരണം സായി പറഞ്ഞു നമുക്ക് അനാവശ്യമായിട്ടുള്ള വേറെ പണം വേണ്ട, നമുക്ക് അനധികൃതമായിട്ടുള്ള കാശൊന്നും വേണ്ട, നമുക്ക് നോർമലായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. അതുകൊണ്ടാണ് സർക്കാർ അശുദ്ധി തന്നെയാണ് പോയത്. നോർമലായിട്ട് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാം, അവസാനം കംപ്ലയിൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി വരുമായിരുന്നു ചെയ്തത്. ഇതാണ് സംഭവം. സോ ഇന്നലെ ഇപ്പം നന്ദനയുടെ അവസ്ഥ നോർമലായി, നന്ദന ഇപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിഷാനെ വിളിച്ചായിരുന്നു. നിഷാനെ ഇപ്പോഴും ബോഡി പെയിൻ ഉണ്ട്, ബോഡി പെയിൻ മാറിയിട്ടില്ല. അതിൻ്റെ ജിത്തു വന്ന് ഇവരോട് കയർക്കുന്നുണ്ട്. പക്ഷേ ഈ കയർക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ, എനിക്കൊന്ന് ഈ ലോറി ഡ്രൈവേഴ്സിൻ്റെ സുഹൃത്തുക്കൾ, അയാൾ പറയുന്നുണ്ട് നന്ദനയോട്, നീ പെണ്ണാണ്, നീ മിണ്ടണ്ട, നീ സംസാരിക്കണം, നീ അടങ്ങിയിരിക്കാൻ. അവിടെ സിജോയും ഞങ്ങളെല്ലാവരും കയർക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. നാട്ടുകാരും മൊത്തവും ഈ ലോറി ഡ്രൈവർമാരുടെ പുറകില്ല. എന്തുകൊണ്ടാണ്? BMW വാഹനം ആയതുകൊണ്ടാണ്. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വെച്ച് മേടിച്ച വാഹനമാണത്. സോ അത് ഈ ഒരു സിറ്റുവേഷൻ ആണ് ഒരു നോർമലി ഒരു രാത്രി, അതും സ്ത്രീകൾ 3 സ്ത്രീകളുണ്ട് ആ വാഹനത്തിൽ. സ്ത്രീകളുള്ള 1:30-2 മണി സമയത്ത് നടന്ന സംഭവത്തെ ഇങ്ങനെയാണോ കാണേണ്ടത്? പോലീസുകാർ പോലും ഈ ഒരു സിമ്പിളായിട്ട് എടുത്തു എന്നുള്ളതാണ്. ഈ കാശുള്ളതുകൊണ്ട് നിങ്ങൾ നന്നാക്കിക്കോളൂ എന്നുള്ള രീതിയാണെങ്കിൽ അതൊരു നല്ല സിസ്റ്റം അല്ല. അതിന് വേണ്ട തരത്തിലുള്ള ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. സോ ഇപ്പം നിഷാനെയും നന്ദനയും അവരുടെ വീട്ടിലാണ്, തൃശ്ശൂരും എറണാകുളത്തുണ്ട്. അവർക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ സായി പേഴ്സണലി ഡിസ്റ്റർബ്ഡ് ആണ്. സായിക്കുണ്ടായിട്ടുള്ള ഭീമമായ നഷ്ടം ഒരു വലിയൊരു ഹ്യൂജ് ലോസ് തന്നെയാണ്. അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള സായി ചോദിച്ചപ്പോൾ സായി പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഒന്നും പറയാനില്ല. അല്ല പറയുന്നത് നിങ്ങൾ വ്ളോഗിലാന്ന് തോന്നുന്നത്. നമ്മളെ സിസ്റ്റം മികച്ചൊരു മൈരാണ്. BMW ടാർപോള ഇട്ട് പോകേണ്ട അവസ്ഥയിൽ